ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ 2 ദിവസം വീഡിയോ ഇടാതായപ്പം ഒരുപാട് പേര് എന്നോട് വന്ന് ചോദിച്ചു കേട്ടോ, എന്ത് പറ്റി വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ എന്ന്. വേറൊന്നുമല്ല, ഞങ്ങളുടെ കറണ്ട് ഒന്നും ഇല്ലായിരുന്നു. 2 ദിവസം ഭയങ്കര ഇടിയും മഴയും കാറ്റും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പം KCB-ക്കാർ നമുക്ക് പണി തന്നു ഗൈസ്. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതിന്റെ കാര്യം വേറൊന്നുമല്ല, എല്ലാവർക്കും അറിയാം ഞാൻ എന്റെ 100 days ഓഫ് വെയിറ്റ് ലോസ് ചലഞ്ചിലായിരുന്നു. അപ്പം 2 weeks ഞാൻ കംപ്ലീറ്റ് ചെയ്തേക്കുന്നു, അതായത് 14 ദിവസം. എന്റെ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് എന്റെ വെയിറ്റ് 144.9 ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 1 week കഴിഞ്ഞ് എന്റെ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്തിരുന്നു. എല്ലാവരും വീഡിയോ കണ്ടു കാണുമായിരിക്കും. അന്ന് ഞാൻ എന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 141.9 ആയിരുന്നു. അപ്പം ഇന്ന് 14 days കംപ്ലീറ്റ് ചെയ്തപ്പം ഇന്നത്തെ എന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഞെട്ടിപ്പോയി. 139.2 ആണ്. അതായത് ഒരു 2 weeks കൊണ്ട് എന്റെ വെയിറ്റ് കുറഞ്ഞിരിക്കുന്നത് 5.7 kg ആണ്. അപ്പം ഇത് കാണുന്നവർ ഓർക്കുമായിരിക്കും ഇത് വാട്ടർ വെയിറ്റ് ആയിരിക്കും, അല്ലെ ഫാറ്റ് ലോസ് ആയിരിക്കും. ശരിയാണ്, ഇത് വാട്ടർ വെയിറ്റ് ആയിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ അധ്വാനിക്കുന്നതിന് ഒരു ഫലം ഉണ്ടാകുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ട്. ആ ഒരു ഹാപ്പിനെസ് എന്റെ ഫേസിൽ കാണാൻ നിങ്ങൾക്ക് പറ്റുമായിരിക്കും. ലാസ്റ്റത്തെ വീഡിയോ ഇട്ടതിന് ശേഷം വീണ്ടും എനിക്ക് എൻക്വയറി വന്നൊരു കാര്യമായിരുന്നു, ഞാൻ ഹെർബൽ ലൈഫ് കഴിക്കുന്നുണ്ടോ, ഡയറ്റ് ചെയ്യുന്നുണ്ടോ, പിന്നെ ജിമ്മിൽ പോകുന്നുണ്ടോ എന്നുള്ളത്. അപ്പം എനിക്ക് ഇതിന് മൂന്നിനുള്ള ഒരു ഉത്തരം ഞാൻ ഷോർട്ടായിട്ട് പറയാം. ഓൾറെഡി ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരായിരിക്കാം വീണ്ടും എന്നോട് ചോദിച്ചേക്കുന്നത്. ഞാൻ ഹെർബൽ ലൈഫും ചെയ്യുന്നില്ല, ജിമ്മിലും പോകുന്നില്ല, പക്ഷെ ഞാൻ ഡയറ്റ് ചെയ്യുന്നുണ്ട്. ഡയറ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് എന്റെ വീട്ടിൽ തന്നെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ്. അത് പെയ്ഡാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കും പെയ്ഡ് ആയിട്ടുള്ള ഒരു ഇതിൽ കയറാനൊന്നും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നോക്കി നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലുമൊക്കെ വർക്കൗട്ട് ചെയ്യാം. അപ്പം എന്റെ ഈ ഒരു 2 weeksലെ ഒരു 5.7 kg കുറയ്ക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഇവരായിരുന്നു. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ ഇടാം. നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുവാണെങ്കിൽ, എനിക്ക് കുറച്ച് പുറകിൽ നിന്ന് പുഷ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് ചെയ്യും. കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടേ പോകും. അപ്പം എനിക്ക് എൻ്റെ പ്ലേറ്റ് ആണെങ്കിൽ ഇവർക്ക് അയച്ചു കൊടുക്കണം, വെള്ളം കുടിക്കുന്നത് അയച്ചു കൊടുക്കണം, പിന്നെ നമ്മൾ ഡിന്നർ ക്ലോസ് ചെയ്യുന്ന ടൈം, സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം, ഇതെല്ലാം ഇവർക്ക് അയച്ചു കൊടുക്കണം. ഈവൻ നമ്മുടെ എന്തെങ്കിലും ഫുഡ് ഇച്ചിരി കൂടി പോയാൽ തന്നെ അവർ നമ്മളോട് പറയും ഇത്രയും കഴിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ നമ്മളെ എപ്പോഴും നമ്മളെ ഒന്ന് മോണിറ്റർ ചെയ്യാൻ ഇവരെപ്പോഴും നമ്മുടെ പുറകെ ഉണ്ടാവും. ഇപ്പം വർക്കൗട്ടിന് കയറിയില്ലെങ്കിൽ നമ്മളെ ശരിക്കും പുറകെ ഉന്തി നമ്മളെ കയറ്റാൻ ആൾക്കാരുണ്ടാവും. അപ്പം എന്നെ ഇവരാണ് ഹെൽപ്പ് ചെയ്തത്. ഒരു 80% എന്നെ എൻ്റെ ഈ ഒരു 2 weeks കൊണ്ട് 5.7 kg ലോസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത് ഇവർ തന്നെയാണ്. ഇപ്പം അങ്ങനെയൊന്നും ജോയിൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നടക്കുക. കുറച്ച് നേരം നിങ്ങളൊരു 15 minutes നിങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നടക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നന്നായിട്ട് മുൻപോട്ട് പോകാൻ നമ്മളെ കൊണ്ടൊക്കെ പറ്റും. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഡയറ്റ് ചെയ്യുന്നതിനൊപ്പം നമ്മളൊരു 3 ലിറ്റർ വെള്ളമെങ്കിലും മാക്സിമം ഡെയിലി കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. നമ്മൾ ഡയറ്റ് ചെയ്യുന്നതിനൊപ്പം നമുക്കത് വേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ മെൻഷൻ ചെയ്തിരുന്നു ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ കാര്യം. അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. 40 people അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണത്. അപ്പം ലേഡീസ് ഉള്ളിയാണ് അതിനകത്ത്. നമ്മുടെ പ്രൈവസിയും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പം എല്ലാവരും നന്നായിട്ട് പോകുന്നു, എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് പോകുന്നു, എല്ലാവരുടെ സജഷൻസ് നടക്കുന്നു, അങ്ങനെയൊക്കെ പോകുന്നൊരു ഗ്രൂപ്പാട്ടോ. അപ്പം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് മുമ്പോട്ട് പോവുക. നമ്മുടെ ഹെൽത്തൊക്കെ നോക്കിക്കൊണ്ട് വേണം വർക്കൗട്ട് ചെയ്യാനും ഡയറ്റ് ചെയ്യാനും ഒക്കെ. ഒരിക്കലും നമ്മൾ പട്ടിണി കിടന്ന് വണ്ണം കുറയ്ക്കരുത്. പട്ടിണി കിടന്ന് വണ്ണം കുറച്ചാൽ നമുക്ക് വേറെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പം നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പോർഷനൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങളെക്കൊണ്ടും പറ്റും, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.